ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫിഷിംഗ് അല്ലെങ്കിൽ മീൻപിടുത്തം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്താ? നിങ്ങൾ കൂടുതൽ പേരുടെ മനസ്സിലേക്കും ആദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരാൾ വല വീശുന്ന ഒരു പിക്ചർ ആയിരിക്കും കൂടുതൽ പേരുടെ മനസ്സിലും വന്നിരിക്കുക. അപ്പോൾ വല, ഫിഷിംഗ് നെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷിങ്ങിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് നെറ്റ്സിനെ പറ്റിയാണ് കേട്ടോ. ഫിഷിംഗ് നെറ്റ് ഈസ് എ ഫിഷിംഗ് ഗിയർ. അപ്പോൾ എന്താ ഫിഷിംഗ് ഗിയർ? ഫിഷിംഗ് ഗിയർ ആണ്. ഫിഷിംഗ് നെറ്റ് ഒരു ഫിഷിംഗ് ഗിയർ ആണെന്ന് ഞാൻ പറയും. അപ്പോൾ എന്താ ഫിഷിംഗ് ഗിയർ? എനി എക്യുപ്മെന്റ്, ടൂൾസ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ക്യാച്ച് ഫിഷസ് ആൻഡ് അതർ അക്വാറ്റിക് ഓർഗാനിസം. അതിനെയാണ് നമ്മൾ ഫിഷിംഗ് ഗിയർ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഷിംഗ് ഗിയറിന് ഉദാഹരണമാണ് നമ്മുടെ ഫിഷിംഗ് നെറ്റ്. ഇനി ഫിഷിംഗ് നെറ്റ് എന്താണെന്ന് പറയാം. ഫിഷിംഗ് നെറ്റ് ഇറ്റ് ഈസ് എ വെബിംഗ് ഓഫ് നാച്ചുറൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ് ഡിസൈനഡ് ടു ക്യാച്ച് ഓർ ക്യാപ്ചർ ഫിഷ് ബൈ entangling, gilling, enclosing, filtering or trawling them from water bodies. സിമ്പിൾ സെന്റൻസ് ആണ്, എന്തായാലും മനസ്സിലായി കാണും. ഇപ്പോൾ ഫിഷിംഗ് നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ ഓഫ് സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്ത്, നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാസ്റ്റ് ഫൈബേഴ്സ് വരും, ലീഫ് ഫൈബേഴ്സ് വരും, ഫ്രൂട്ട് ഫൈബേഴ്സ്, സീഡ് ഫൈബേഴ്സ്, ഇതൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സിനകത്ത് വരുന്നത്. നമ്മുടെ ജൂട്ട് ഉണ്ട്, കോട്ടൺ ഉണ്ട്, മനില, സിസാല് പോലെയുള്ള നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ്, നൈലോൺ, അതായത് നമ്മുടെ പോളി അമൈഡ്, പോളിയസ്റ്റർ, പോളിപ്രൊപ്പലിന്, പോളിയെഥിലീന്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സിന്തറ്റിക് ഫൈബേഴ്സ്, അതെല്ലാമാണ് സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് നമുക്ക് ഫിഷിംഗ് നെറ്റുകൾ യൂസ് ചെയ്യാം. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഫൈബർ ആണ് നൈലോൺ, പോളി അമൈഡ് എന്ന് പറഞ്ഞത്. അപ്പം സിന്തറ്റിക് ഫൈബേഴ്സോ നാച്ചുറൽ ഫൈബേഴ്സോ യൂസ് ചെയ്തിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വെബിംഗ് ടു ക്യാപ്ചർ ദ ഫിഷസ്, അതിനെയാണ് നമ്മൾ ഫിഷിംഗ് നെറ്റ് എന്ന് പറയുന്നത്. ഫിഷിംഗ് നെറ്റ് മെയിൻലി എൻടാംഗ്ലിങ്ങോ ഫിൽറ്ററിങ്ങോ പോലെയുള്ള മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണ് വാട്ടർ ബോഡിയിൽ നിന്ന് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ മേജർ ആയിട്ടുള്ള ഫിഷിംഗ് നെറ്റുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ട്രോൾ നെറ്റ്. ട്രോൾ നെറ്റ് കുറച്ച് എല്ലാവർക്കും സുപരിചിതം, ഇപ്പോഴത്തെ ടൈമിൽ എന്തായാലും സുപരിചിതമായിരിക്കും അല്ലേ? ബിക്കോസ് നമുക്കിപ്പോൾ ട്രോളിംഗ് നടക്കുന്ന സമയമാണ്. കേരളത്തില് ട്രോളിംഗ് നടക്കുന്നത് എപ്പോഴാ? ജൂൺ 9 തൊട്ട് ജൂലൈ 31 വരെയാണ് കേരളത്തിൽ. 52 ദിവസമാണ് കേരളത്തില് ട്രോൾ ബാൻ, ട്രോളിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പൊതുവെ ട്രോളിംഗ് എന്ന് വിളിക്കും, ട്രോൾ ബാൻ ഉള്ളത്. ഓക്കെ, എന്താ ട്രോൾ ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോൾ നെറ്റിനെ നിരോധിക്കുന്നതാണ് ട്രോൾ ബാൻ. ട്രോൾ ബാനിൽ മെയിൻലി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൺസൂൺ പീരീഡ്, ഇപ്പം ജൂൺ 9 എന്നൊക്കെ പറയുമ്പോൾ ഒരു മൺസൂൺ സീസണാണ്, മൺസൂൺ പീരീഡാണ്. ആ ഒരു സമയത്താണ് ഫിഷസ് ബ്രീഡ് ചെയ്യുന്നത്, അവരുടെ സ്പോണിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ നമ്മൾ ഈ ട്രോൾ ബാൻസ്, ട്രോൾ നെറ്റുകൾ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ട്രോൾ നെറ്റ് നമ്മൾ ബോട്ടം ട്രോളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വൻതോതിൽ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, വലിയ ബൈക്യാച്ചുകൾ, ലാർജ് എമൗണ്ടിൽ ബൈക്യാച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ട്രോൾ ബാൻ ഒന്ന് മാറ്റി വെക്കുക, കുറച്ചൊരു അവരുടെ ഒരു ബ്രീഡിംഗ് പീരീഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്പോണിംഗ് ടൈമിലേക്ക് അതിനെ ഒന്ന് ബാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ സ്പോണിംഗ് ഒക്കെ നടത്താനായിട്ട് പറ്റും. അവർ മെച്ചുവർ ആവും. നമുക്ക് ആഫ്റ്റർ ദാറ്റ് നമുക്കതിനെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അത് ബൈ ക്യാച്ച് കൂടും, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിഷിന് മെച്ചുവർ ആവാനോ ഒന്നും സാധിക്കത്തില്ല. ഓക്കെ, ആ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ട്രോൾ നെറ്റ്സുകൾ യൂസ് ചെയ്യുന്ന ക്രാഫ്റ്റിനെ, ഫിഷിംഗ് ക്രാഫ്റ്റിനെ നമ്മൾ ട്രോളേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മെക്കനൈസ്ഡ് ആയിട്ടുള്ള ട്രോളേഴ്സ്, പേഴ്സീനേഴ്സ് പോലെയുള്ള വലിയ വലിയ മെക്കനൈസ്ഡ് ബോട്ടുകളൊന്നും ഉൾക്കടലിലേക്ക് പോകാൻ, ഡീപ് സീയിലേക്ക് പോകാൻ ഈ ട്രോൾ ബാൻ്റെ സമയത്ത് അനുവാദമില്ല. ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടുകളാണ്, ട്രഡീഷണൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോട്ടുകളാണ് ട്രോൾ ബാൻ്റെ സമയത്ത് പോകുന്നത്, ഫിഷസിനെ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ട്രോൾ ബാൻ നടക്കുന്ന സമയമാണ്. ഓക്കെ, അതുകൊണ്ട് ഫിഷസ് ഒക്കെ കുറച്ച് കുറവാണ്. ചെറുകിട വള്ളങ്ങളിൽ പോകുന്ന ഫിഷസ് മാത്രമേ നമുക്ക് ലഭ്യത ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ എനിവേ നമുക്ക് എന്താണ് ട്രോൾ ബാനിൽ നിരോധിക്കുന്ന നെറ്റാണ് ഈ ട്രോൾ നെറ്റ്. അപ്പോൾ ട്രോൾ നെറ്റ് എന്താണെന്ന് പഠിക്കണ്ടേ? ട്രോൾ നെറ്റ് ഒരു കോൺ ഷേപ്ഡ് ആയിട്ടുള്ള നെറ്റാണ്. മെയിൻലി ഇതാണ് ട്രോൾ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഡ്രാഗ് നെറ്റ് അല്ലെങ്കിൽ ടോയ് ചെയ്യുന്ന, വലിച്ച് കൊണ്ടുവരുന്ന, ഡ്രാഗ് ചെയ്യുന്ന ഒരു നെറ്റാണ്
നമ്മുടെ ട്രോൾ നെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റാണ്. ഓക്കെ, ഇതിന് ഈ പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും അണ്ടിൽ ഇതാണ്ട് ഈ ഒരു പോർഷനെ നമ്മൾ കോഡന്റ് എന്ന് വിളിക്കും. കോഡന്റ്, ഈ ഒരു പോർഷനാണ് കോഡന്റ്. ഫിഷസ് അകത്ത് കയറി അക്യുമുലേറ്റ് ചെയ്യുന്ന പോർഷനാണ് ട്രോൾ നെറ്റിന്റെ. ഫിഷസ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ കോഡന്റ് എന്ന് വിളിക്കുന്നത്. കോഡന്റ് കോൺ ഷേപ്ഡ് നെറ്റാണ്. ഇതിന്റെ 2 പാനൽ, ഇതൊരു 2 പാനലുള്ള ട്രോൾ നെറ്റിന്റെ ഫിഗർ ആണ്. ഈ 4 പാനൽസ് വരുന്നതുണ്ട്, 6 പാനൽസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രണ്ടിലോട്ടുള്ള പോർഷന് അപ്പർ പോർഷൻ ഉണ്ട്, ലോവർ പോർഷൻ ഉണ്ട്. ഈ അപ്പർ പോർഷന്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ വിങ്സ് എന്ന് വിളിക്കും. കുറച്ചും കൂടി ഈ ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനെ നമ്മൾ വിങ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പർ പോർഷന്റെ ഈ ഒരു ഭാഗം, ഈ മേളത്തെ ഈ ഒരു ഭാഗത്തെ ഹെഡ് ലൈൻ എന്ന് വിളിക്കും. ആ ഹെഡ് ലൈനിനകത്താണ് നമ്മുടെ ഫ്ലോട്ടേഴ്സ് ഉള്ളത്. ഫ്ലോട്ടേഴ്സ് ആണ് ഈ നെറ്റ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി നേരെ ഡൗൺ ലോവർ പാനലിലെ ഈ ലോവർ നെറ്റ്, ഈ ഹെഡ് ലൈൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ലോവർ സൈഡിലെ നമ്മൾ ഫുഡ് ലൈൻ എന്ന് പറയും. ഫുഡ് ഡ്രോപ്പ് അഥവാ ഫുഡ് ലൈൻ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ സിംഗേഴ്സ് ഉള്ളത്. ഈ നെറ്റിന് താഴേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സിംഗേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ട്രോൾ നെറ്റിൻ്റെ സ്ട്രക്ചർ പറയാനായിട്ട്. ഇപ്പോൾ ഇത്രയൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി ട്രോൾ നെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഔട്ടർ ബോർഡ്സ് അഥവാ ട്രോൾ ഡോസ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ട്രോൾ ഡോസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഔട്ടർ ബോർഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, പല ഫിഷറീസ് ക്വസ്റ്റ്യനിലും മസ്റ്റായിട്ട് ചോദിച്ചു കണ്ട്, ഈ അടുത്തിടയ്ക്കുള്ള എക്സാംസുകളെല്ലാം റിപ്പീറ്റ്ലി ചോദിച്ചു കണ്ടൊരു ചോദ്യമാണ് ഈ ട്രോൾ നെറ്റിൽ ഹൊറിസോണ്ടൽ ഓപ്പണിങ്ങിന് സഹായിക്കുന്നത് ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഔട്ടർ ബോർഡിന്റെ ഫങ്ഷൻ എന്നുള്ളത്. ഓക്കെ, ഔട്ടർ ബോർഡിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റിനെ ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന, നെറ്റിനെ ഈ കോൺ ഷേപ്പിലുള്ള നെറ്റിനെ ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഔട്ടർ ബോർഡുകളാണ്, ട്രോൾ ഡോസുകളാണ്. ഇനി കഴിഞ്ഞ എക്സാമിന്, ഈ ഫിഷറീസ് ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാരാ? വെർട്ടിക്കലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫ്ലോട്ടേഴ്സും സിംഗേഴ്സും. ഹെഡ്ലൈനിലെ ഫ്ലോട്ടേഴ്സും താഴെ ഫുഡ് ഡ്രോപ്പിലെ സിംഗേഴ്സുമാണ് വെർട്ടിക്കലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നത് ട്രോൾ നെറ്റിനെ. ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ട്രോൾ ഡോസ് അഥവാ ഔട്ടർ ബോർഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു സ്ട്രെയിനിനെ കുറയ്ക്കാനും, അതായത് വെസലിൽ നിന്നും ഈ നെറ്റ് വലിയ, നമ്മൾ വിചാരിക്കുന്ന വലിയ നെറ്റുകളാണിത്, അവരിങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് വരണ്ടേ, അപ്പോൾ അത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കണ്ടേ. ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു നെറ്റിനെ ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഔട്ടർ ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഔട്ടർ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പെയർട്ടോ 2 ബോർഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം നെറ്റുകൾ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് താഴേക്ക് വരുമ്പോൾ പറയാം. സ്പെസിഫിക് ആയുള്ള മെസ് സൈസുകൾ നമ്മൾ കോഡന്റിൽ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചില കുഞ്ഞു ജുവനൈലായിട്ടുള്ള ഫിഷസിനൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു മെസ് സൈസിലാണ് ട്രോൾ നെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ട്രോൾ നെറ്റ്സുകളെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ്റെ ബേസിസിൽ ട്രോൾ നെറ്റുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. സൈഡ് ട്രോൾ ഉണ്ട്, സ്റ്റേൺ ട്രോൾ ഉണ്ട്. സൈഡ് ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ട്രോളിംഗ് നടത്തുന്നത്. ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ട്രോൾ നെറ്റ് യൂസ് ചെയ്തിട്ട് ഫിഷിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ട്രോളിംഗ് നടത്തുന്നത് ബോട്ടിന്റെ സൈഡ് കൂടെയാണെങ്കിൽ നമുക്ക് സൈഡ് ട്രോൾ എന്ന് വിളിക്കാം. ഇനി സ്റ്റേൺ എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ ഏറ്റവും ബാക്ക് ഭാഗത്തെയാണ് നമ്മൾ സ്റ്റേൺ എന്ന വേർഡ് കൊണ്ട്, ബാക്ക് ഓഫ് ദ ബോട്ട്, ബാക്ക് സൈഡിനെയാണ് നമ്മൾ സ്റ്റേൺ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേൺ ബാക്കിൽ കൂടെ ആണെങ്കിൽ നമുക്ക് സ്റ്റേൺ ട്രോളിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ട്രോൾ മൗത്ത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ബീം ട്രോൾ ഉണ്ട്, ഔട്ടർ ട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ പെയർ ട്രോളിംഗ് ഉണ്ട്, ബുൾ ട്രോളിംഗ് ഉണ്ട്. ഓക്കെ, ബീം ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബീം യൂസ് ചെയ്തിട്ട്, ഇപ്പം ഔട്ടർ ബോർഡ്സ് യൂസ് ചെയ്യാതെ ബീം യൂസ് ചെയ്ത്, ഒരു ചെറിയൊരു ബീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രോളിംഗ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ബീം ട്രോൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഔട്ടർ ബോർഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഔട്ടർ ട്രോൾസ് എന്ന് വിളിക്കും. ഇനി പെയർ ട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം 2 ബോട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് വലിയതായിട്ട്, ഈ വലിയ വലകളെ 2 ബോട്ടുകൾ യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് പെയർ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ പെയർ ട്രോളിംഗ് ഒക്കെ ബാൻഡാണ്. കാരണം ഒരുപാട് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻസ് ഉണ്ട്, ഇല്ലീഗലായിട്ട് ഒരുപാട് ഫിഷസിനെ ബൈ ക്യാച്ച് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ, എൻവയോൺമെന്റലായിട്ടുള്ള ഇഷ്യൂസ്, പോപ്പുലേഷൻസിന്റെ കുറവ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് പെയർ ട്രോളിംഗ് ഇന്ത്യയിൽ പാർഷ്യലി ഫുള്ളി ബാൻഡ് ആണ്. ഓക്കെ, ബുൾ ട്രോളിങ്ങും ബാൻഡ് ആണ്. ഓക്കെ, ബുൾ ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഈ ട്രോൾ നെറ്റ് ഹൊറിസോണ്ടലി വലിയ ബോട്ടുകൾ യൂസ് ചെയ്യുന്നു, വളരെ വലുതായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് വലിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് ബുൾ ട്രോളിംഗ് എന്ന് പറയുന്നത്. പെയർ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ 2 ബോട്ടുകൾ യൂസ് ചെയ്ത് ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്. അപ്പം ഇത് ബാൻഡാണ് കേട്ടോ. പെയർ ട്രോളിംഗ് ഇന്ത്യയിൽ ബാൻഡാണ്. അതുപോലെ തന്നെ ഇനി അവിടെ ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ബോട്ടം ട്രോൾ ഉണ്ട്, മിഡ് വാട്ടർ ട്രോൾ ഉണ്ട്. ബോട്ടം ട്രോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ബോട്ടം റീജിയനിൽ കൂടെയാണ് ട്രോളിംഗ് നടത്തുന്നതെങ്കിൽ ബോട്ടം ട്രോൾ എന്ന് വിളിക്കും. മിഡ് വാട്ടർ റീജിയൻ, പെലാജിക് റീജിയനിൽ കൂടെ ആണെങ്കിൽ നമ്മൾ മിഡ് വാട്ടർ ട്രോൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഒരു ബോട്ടിൽ നിന്ന്, ഒരു സിംഗിൾ ബോട്ടിൽ നിന്ന് എത്ര ട്രോൾസ് യൂസ് ചെയ്യുന്നു, ട്രോൾ നെറ്റ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 3ആയിട്ട് തിരിക്കാം. സിംഗിൾ റിംഗ് ട്രോൾ ഉണ്ട്. ഒരു ബോട്ടിൽ നിന്ന് ഒറ്റ റിംഗ്, ഒരു ട്രോൾ മാത്രമാണെങ്കിൽ നമുക്ക് സിംഗിൾ റിംഗ് ട്രോൾ എന്ന് വിളിക്കാം. ഇനി ഒരു ബോട്ടിൽ തന്നെ 2 റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ റിംഗ് എന്ന് വിളിക്കാം. 2ൽ കൂടുതലാണെങ്കിൽ മൾട്ടിപ്പിൾ റിംഗ് ട്രോൾ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ട്രോൾസിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഷാർക്ക് പറയുന്നത് കേട്ടെ, I never thought I'd say this, but I actually prefer being trolled on Twitter than being trolled. എന്നാലും മനസ്സിലായി, ഒരു മെയിമാണ്. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ആവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഫിഷറീസ് അല്ലാത്ത ബാച്ച്, ഇപ്പം സുവോളജിക്കാർക്കാണെങ്കിലും ഫിഷറീസിലുള്ളവർക്കാണെങ്കിലും ഒരു ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ട്രോളിങ്ങും ഉണ്ട്, ട്രോളിങ്ങും ഉണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അതെന്താ രണ്ടും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്? TRAWLING ഉണ്ട്, TROLLING ഉണ്ട്. അപ്പം ഇത് രണ്ടും 2 രീതിയിലുള്ള ഫിഷിംഗ് ആണ്. അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. അപ്പം അതുകൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കി പോകാം. ആദ്യം നമുക്ക് TRAWLING നോക്കാം, ട്രോളിംഗ്. അതിനെപ്പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ്, നമ്മൾ ട്രോൾ നെറ്റുകൾ, ലാർജ് ആയിട്ടുള്ള ട്രോൾ നെറ്റുകൾ യൂസ് ചെയ്തിട്ട് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. ട്രോൾ നെറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മിഡ് വാട്ടർ അല്ലെങ്കിൽ ബോട്ടം റീജിയനിലായിരിക്കും ട്രോളിംഗ് നടത്തുന്നത്. ഷ്രിമ്പ്, കോഡ്, മാക്രല്, ആങ്കോവീസ്, ഇങ്ങനെ മെയിൻലി ടാർജറ്റ് ഉള്ള സ്പീഷീസിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്ത് പറ്റും. ലാർജ് സ്കെയിലിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഷിങ്ങിലാണ് ട്രോളിംഗ് നടത്തുന്നത്. ഓക്കെ, ഇനിയും പറയാൻ വന്നത് TROLLING ട്രോളിങ്ങിനെ പറ്റിയാണ്. ഇത് നെറ്റല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്ന, ലൈൻസ്, ബെയ്റ്റഡ് ആയിട്ടുള്ള ലൈൻസുകൾ യൂസ് ചെയ്തിട്ടുള്ള ഫിഷ് ക്യാപ്ചർ ആണ് ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു മൂവിങ് ആയിട്ട് ഒരു ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, അതിൻ്റെ പുറകിൽ നിന്നോ സ്റ്റേൺ പോർഷനിൽ നിന്നോ സൈഡ് പോർഷനിൽ നിന്നോ നമ്മൾ ലൈൻസുകൾ വെള്ളത്തിലേക്ക് ഇടുന്നു. ബോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലൈൻസുകൾ മൂവ് ചെയ്യുന്നു, അതിനകത്തേക്ക് വന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, ഫിഷ് ലൈൻസ് ആണ്, ബെയ്റ്റഡ് ആയിട്ടുള്ള ഹുക്സ്, താഴെ ഹുക്കുകൾ, നമ്മൾ ചൂണ്ടകളൊക്കെ ഇല്ലേ താഴെ വന്ന് കൊളുത്തിയിട്ടിട്ടാണ് ഈ ഒരു ട്രോളിംഗ് മെത്തേഡ്സ് നമ്മൾ ചെയ്യുന്നത്. സർഫസിലോ മിഡ് വാട്ടർ റീജിയനിലോ ആയിരിക്കും ട്രോളിംഗ് മെയിൻലി നടത്തുന്നത്. ട്യൂണ, കിങ് ഫിഷ്, സാൽവൺ, മാക്രൽ പോലുള്ള ഫിഷസിനെ നമ്മൾ ട്രോളിംഗ് വഴി ക്യാപ്ചർ ചെയ്യാറുള്ളൂ. ഇത് സ്മോൾ സ്കെയിലിൽ ചെയ്യുന്ന ഒരു ഫിഷിംഗ് ആണെങ്കിൽ സ്പോർട്സ് ഫിഷറീസ് ഗണത്തിൽപ്പെടുന്ന ഒരു മെത്തേഡ് ഓഫ് ഫിഷിങ്ങും കൂടെയാണ് ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആദ്യത്തെ ട്രോളിങ്ങിലേക്ക് വരുമ്പോൾ ഫിഷസ് നെറ്റിനകത്താണ് ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ സീബെഡിനും ഹാബിറ്റാറ്റിനും ഒക്കെ നല്ല ഡിസ്ട്രക്ഷൻ ഉണ്ട്. ഇത് ഡ്രാഗിങ് അല്ലേ, അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന കൂട്ടത്തിൽ ആ ഒരു എക്കോസിസ്റ്റം ഒക്കെ തകർത്തുകൊണ്ടാണ് ഈ ബോട്ടം ട്രോളിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ നോൺ ടാർജറ്റിലായിട്ട് ബൈ ക്യാച്ചുകൾ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ക്യാച്ചസ് കുറവായിരിക്കും, എന്നാൽ ഒരുപാട് നോൺ ടാർജറ്റഡായ സ്പീഷീസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതാണ്ട് ഈ ഒരു ഫിഗർ നോക്കാം, ട്രോളിംഗ്. അപ്പോൾ ക്ലിയർ ആയല്ലോ TRAWLING എന്താണെന്നുള്ളത്. ഈ മറ്റേ ട്രോളിങ്ങിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ലൂസുകളാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈൻസുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടാർജറ്റ്, ഇപ്പോൾ ട്യൂണയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത്, ഇപ്പം സർക്കിൾ ഹുക്സ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ജെ ഹുക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിഷസിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ക്യാച്ച് കുറവായിരിക്കും, നമുക്ക് ടാർജറ്റഡ് ആയിട്ടുള്ള ഫിഷസിനെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡാണ് ട്രോളിംഗ്. ക്യാച്ചസ് കൂടുതലായിരിക്കും, വെയിറ്റിങ്ങിനെ അട്രാക്ട് ചെയ്തിട്ട് ക്യാച്ചസ് കൂടുതലായിരിക്കും. ചീപ്പാണ്, സിമ്പിളാണ്, മൾട്ടിപ്പിൾ ലൈൻസ് കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു പിക്ചർ ഉണ്ടോ, മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ട്. ലൈൻസ് ഈ ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അറ്റത്തുനിന്ന് ലൈൻസ് ഇട്ടിട്ടാണ് ഫിഷസിനെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഓരോന്നായിട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടേംസ് ആണത് കേട്ടോ. TRAWLING എന്താണ്, ആ ട്രോളിംഗ് ആണ്, ആ ട്രോൾ നെറ്റിനെയാണ് നമ്മൾ ഈ ട്രോൾ ബാനിലൊക്കെ ബാൻ ചെയ്തേക്കുന്നത്. മറ്റേത് കുറച്ചുകൂടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ട്രോൾ നെറ്റിനെ ഇപ്പം ഏകദേശം ട്രോൾ നെറ്റ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്തതാണ് ഡ്രാഗ്ഡ് നെറ്റ്. ഈ ട്രോൾ നെറ്റ് ഒരു ടൈപ്പ് ഓഫ് ഡ്രാഗ് നെറ്റ് ആണ്. ഇനി നമ്മൾ ഡ്രഡ്ജ് നെറ്റിനെ പഠിക്കാം. ഓക്കെ, ടൈപ്പ് ഓഫ് ഡ്രാഗ് നെറ്റ് തന്നെയാണ് ട്രോൾ നെറ്റും, വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന നെറ്റാണ്. അപ്പൊ ഇനി ഡ്രഡ്ജ് നെറ്റും അതും ഇതൊരു ഡ്രാഗ്ഡ് നെറ്റ് ആണ്. ഇത് വലിച്ചുകൊണ്ട് പോകുന്ന, നമ്മൾ മെയിൻലി ഡ്രാഗ് നെറ്റ് കുറച്ചുകൂടി ഹെവി ആണ്. ഓക്കെ, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, ഹെവിയാണ്, മെറ്റൽ ഫ്രെയിംഡ് ആയിട്ടുള്ള ഫിഷിംഗ് ഡിവൈസാണ്. ഇതൊരു ഹെവി ആയിട്ടുള്ള മെറ്റൽ ഫ്രെയിം, അതുകൊണ്ട് ഇവിടെ ഒരു മെറ്റൽ ഫ്രെയിം ഒക്കെ ഉള്ള ഡിവൈസ് ആണ്. ഏകദേശം ഒരു കോൺ ഷേപ്പാണ്, പക്ഷെ മറ്റേതിന്റെ ഷേപ്പ് അല്ല കേട്ടോ, കുറച്ച് വലിയ നെറ്റൊന്നും അല്ല. ഇത് ചെറിയ ചെറിയ നെറ്റുകളാണ്, മെറ്റൽ റിജിഡ് ആയിട്ടുള്ള മെറ്റൽ ഫ്രെയിംഡ് ആയിട്ടുള്ള ഫിഷിംഗ് ഡിവൈസ് ആണ്. ഇതിനൊരു മെഷ് ബാഗ് ഉണ്ടായിരിക്കും. ആ ബാഗിനെ നമ്മൾ സീ ഫ്ലോറിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാംസ്, സ്കലോപ്സ്, ഓയിസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, ഷെൽ ഫിഷസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാനാണ് മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡ്രെഡ്ജസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പക്ഷേ കുറച്ച് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ ഡ്രഡ്ജസിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്താണ് ടൂത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ സീ ഫ്ലോറിൽ കൂടെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഈ ടൂത്ത് ഈ മണ്ണിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ആ മണ്ണ് ഇളകും, അതിനുള്ളിൽ ഇരിക്കുന്ന ബെറി ആയിട്ടിരിക്കുന്ന ഷെൽ ഫിഷസുകളെല്ലാം പൊങ്ങി വരും, നേരെ വന്ന് ഈ ഒരു നെറ്റിനകത്തേക്ക് കയറും. പിന്നെ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിലും ഈ വരുന്ന വഴി വലിച്ചുകൊണ്ട് വരുന്ന ഏരിയയിൽ ഫുൾ മറ്റേ നമ്മൾ ഷെൽഫിഷിനെ ടാർഗറ്റ് ചെയ്താലും ബാക്കി അവിടെയുള്ള ഓർഗാനിസത്തിനൊക്കെ, അവിടെയുള്ള ആൽഗകള്, ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ള മറ്റ് ജീവികൾക്കൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഈ ഡ്രഡ്ജ് നെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഡ്രഡ്ജ് നെറ്റ് എന്നിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രോൾ നെറ്റിൽ, ബോട്ടം ട്രോൾ നെറ്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ത്രിക്കസ് ചെയിൻ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അത് ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് കുറച്ച് ഒരു ഫ്രണ്ടിലോട്ടിരിക്കുന്ന ഒരു ചെയിൻ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. അതും ഇങ്ങനെ നമ്മൾ ബോട്ടം ട്രോളിങ് ചെയ്യുന്ന സമയത്ത് ഈ ചെയിനാണ് ആദ്യം മുന്നേ പോകുന്നത്. അപ്പം ചെയിൻ ഇങ്ങനെ ആ മണ്ണ് ഇളക്കിയിട്ട് ഉള്ളിലുള്ള ബറിയായിരിക്കുന്ന ഫിഷസിനെ പുറത്തേക്ക് കൊണ്ടുവരും. അത് നേരെ നെറ്റിനകത്ത് പോയി വീഴുകയും ചെയ്യും. അങ്ങനെ ബോട്ടം ട്രോളിന്റെ ഏറ്റവും ഫ്രണ്ടിലും അങ്ങനെ ഒരു ചെയിൻ ഉണ്ട്, ട്രിക്കേഴ്സ് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവർക്കൊരു ഷാർപ്പ് ടൂത്ത് പോലെയാണ് ഈ ഫ്രണ്ടിലാണ്ട്, ഇവിടെ ഒരു ഷാർപ്പ് ടൂത്ത് പോലെ, നമുക്ക് ഇത് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്, ടൂത്ത് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിങ്ങനെ വലിച്ചെടുക്കുന്നതാണ് ഡ്രഡ്ജ് നെറ്റ് കേട്ടോ, ഡ്രഡ്ജ് നെറ്റ്. ഇനി ഗിൽ നെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നെറ്റാണ് ഗിൽ നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാൾ ഓഫ് നെറ്റിംഗ് ആണ്. നമ്മൾ ഈ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുമ്പോൾ ഒരു നെറ്റ് കെട്ടില്ലേ, അതുപോലെ കടലിൽ ഇങ്ങനെ ഒരു നെറ്റ് പോലെ, ഒരു വാൾ ഓഫ് നെറ്റിംഗ് പോലെ വെക്കുന്നതാണ് ഗിൽ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മെസ് സൈസ് റെഗുലേറ്റ്, നമുക്ക് സൈസ് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏത് ഫിഷസിനെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സൈസ് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മെയിൻലി 3 മെത്തേഡ് ഓഫ് ആക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഗിൽ നെറ്റ്സിൽ ഫിഷസിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഒന്ന് വെഡ്ജിങ് എന്ന് പറയും. വെഡ്ജിങ് അതായത് നമ്മുടെ ഫിഷസ് ഈ നെറ്റ് കൂടെ അകത്തേക്ക് പോകുമ്പോൾ അവരുടെ സ്റ്റൊമക്ക് റീജിയൻസ് അവിടെ ഇങ്ങനെ സ്റ്റക്കായിരിക്കും, അവരുടെ ബോഡി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആദ്യം ഇപ്പം തലയുടെ റീജിയൻസ് കുറച്ച് സ്ലിം ആയിരിക്കും, ഉള്ളിലോട്ട് വരുമ്പോഴാണല്ലോ ആ ബോഡി ഇങ്ങനെ കുറച്ച് വൈഡായിട്ടിരിക്കുന്നത്. അപ്പം ഇത് അകത്തോട്ട് കയറും, പക്ഷെ ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. വെഡ്ജിങ്, അവരുടെ ബോഡി ഇങ്ങനെ ടൈറ്റായിട്ട് നിർത്തും. പിന്നുള്ളത് ഗില്ലിങ് ആണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒരു മോഡ് ഓഫ് ആക്ഷൻ. അവരുടെ ഗിൽസിന്റെ പുറകിൽ വെച്ച് അവരെ ക്യാപ്ചർ ചെയ്യും. ഗിൽസ് അവർ ഓപ്പൺ ആവും, അവർക്ക് പുറത്തോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ഒരു മേജർ ആയിട്ടുള്ള ഗിൽനെറ്റിന്റെ മെക്കാനിസം. അതുകൊണ്ടാണ് ഗിൽനെറ്റ് എന്ന് പേര് വരാൻ തന്നെ കാരണം. 3ാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ എൻടാംഗ്ലിംഗ് ആണ്. ഇങ്ങനെ ചുറ്റി പിണഞ്ഞു പോകും. ഇപ്പം അകത്തേക്ക് കയറും, അവർക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അവർ മൊത്തത്തിൽ അവരുടെ ബോഡി ഇങ്ങനെ ചുറ്റി, അവരുടെ ഫിൻസ് ഒക്കെ ഇങ്ങനെ ചുറ്റി വരും. അതാണ് എൻടാംഗ്ലിംഗ്. ഈ 3 മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഗിൽനെറ്റ് പ്രവർത്തിക്കുന്നത്. മെയിൻലി മോസ്റ്റ് കോമൺലി ലോകത്ത് യൂസ് ചെയ്യുന്ന ഒരു നെറ്റിംഗ് ആണ് ഗിൽ നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെലക്റ്റീവ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഗിയർ ആണ് ഗിൽ നെറ്റിംഗ്. ഗിൽ നെറ്റിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സെറ്റ് ഗിൽ നെറ്റ് ഉണ്ട്, ഡ്രിഫ്റ്റ് ഗിൽ നെറ്റ് ഉണ്ട്. ഇതാണ് സെറ്റ് ഗിൽ നെറ്റ്, അതായത് നമ്മൾ എവിടെയെങ്കിലും ആങ്കർ ചെയ്ത് നിർത്തിയേക്കുന്ന ഗിൽ നെറ്റ് ആണ്. ഡ്രിഫ്റ്റ് ഗിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയ്സ് യൂസ് ചെയ്തിട്ട് വെക്കും. അതിങ്ങനെ കറണ്ടിനനുസരിച്ച്, വാട്ടർ കറണ്ടിനനുസരിച്ച് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഡ്രിഫ്റ്റ് ഗിൽ നെറ്റ്. മറ്റേത് സെറ്റ് ഗിൽ നെറ്റ് അഥവാ ഫിഷ് ഗിൽ നെറ്റ്. ഇത് കൂടാതെ ട്രമൽ നെറ്റുകളുണ്ട്. ട്രമൽ നെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സ് ഉള്ള ഒരു ഗിൽ നെറ്റ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെയേഴ്സും 3 ലെയർ ഉള്ള നെറ്റുകളാണ് ട്രമൽ നെറ്റുകൾ. അതൊരു ടൈപ്പ് ഓഫ് ഗിൽ നെറ്റ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെയറും 3rd ലെയറും, ആദ്യത്തെ ലെയറും 3ാമത്തെ ലെയറിന്റെ മെസ് സൈസ് വലുതായിരിക്കും. ഈ സെൻട്രൽ നടുക്കുള്ള 2nd ലെയറിന്റെ മെസ് സൈസ് കുറച്ച് ചെറുതാണ്. അപ്പൊ ഫിഷസ് സ്വാഭാവികമായിട്ട് ഈ വലിയ ഫസ്റ്റ് ലെയറിൽ കൂടെ അകത്തേക്ക് കയറുന്നു. അപ്പൊ വലിയ മെസ് സൈസ് ആണ്, അവർ ഉള്ളിലേക്ക് പോകുന്നു. എന്നാൽ ഈ 2nd ലെയർ ചെറുതായതുകൊണ്ട്, മെസ് സൈസ് ചെറുതായതുകൊണ്ട് അതിനുള്ളിൽ കുരുങ്ങിപ്പോവും. പിന്നെ ഇവർക്ക് 3rd ലെയറിൽ കൂടെ പുറത്തിറങ്ങി പോകാനായിട്ടും പറ്റത്തില്ല.
ഓക്കെ, അതാണ് ട്രമൽ നെറ്റ്. ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. 3 ലെയർ ഉള്ള നെറ്റാണ് ട്രമൽ നെറ്റുകൾ കേട്ടോ, 3 ലെയേഴ്സ്. അടുത്താണ് പേഴ്സീൻസ്. പേഴ്സീനർ, പേഴ്സീൻസ് യൂസ് ചെയ്യുന്ന ക്രാഫ്റ്റിന്, ഫിഷിംഗ് ക്രാഫ്റ്റിന് നമ്മൾ പേഴ്സീനർ എന്ന് പറയും. ഇത് ലാർജ് ആയിട്ടുള്ള സ്കൂളിംഗ് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിഷിംഗ് നെറ്റാണ് പേഴ്സീനാസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ മെയിൻലി ഒരു ബോട്ട് ഉണ്ടായിരിക്കും, മെയിൻ ബോട്ട് പേഴ്സീനർ ഉണ്ടായിരിക്കും. പേഴ്സീനറിൽ നിന്നും ഈ നെറ്റിന്റെ ഒരു ഭാഗത്തെ ഒരു സ്കിപ്പ് ബോട്ട്, ചെറിയൊരു ബോട്ട്, ഈ പേഴ്സീനർ വലിയൊരു ബോട്ടാണ്, വലിയൊരു വെസലാണ്, ഫിഷിംഗ് വെസലാണ്. അതിന് തന്നെ ചെറിയൊരു കുഞ്ഞു ബോട്ട് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ സ്കിപ്പ് ബോട്ട് എന്ന് പറയും. ആ സ്കിപ്പ് ബോട്ടിൽ നിന്നും, മെയിൻ ബോട്ടിലാണ് ഇതിന്റെ ഒരു അറ്റമുള്ളത്, സ്കിപ്പ് ബോട്ട് വഴി ഇതിങ്ങനെ ഏതെങ്കിലും സ്കൂളിങ്ങിനെ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് റൗണ്ട് ചെയ്തുകൊണ്ട് എൻസർക്കിൾ ചെയ്തിട്ട് ആ സ്കിപ്പ് ബോട്ട് തിരിച്ച് അതിന്റെ മറ്റേ അറ്റം ഇവിടെ കൊണ്ടുവരും, പേഴ്സീൻസിൽ കൊണ്ടുവരും. പിന്നെ ഈ പേഴ്സീൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിഭാഗം, അതാണ് മെയിൻലി പേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ ബോട്ടം റീജിയനിൽ ഒരു പേഴ്സ് റിംഗ് ഉണ്ട്, പേഴ്സ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പേഴ്സുകളൊക്കെ ഇങ്ങനെ അടയ്ക്കുന്നത് പോലെ ഈ അടിഭാഗം ബോട്ടം റീജിയൻ ഇങ്ങനെ നമ്മൾ ആ പേഴ്സീനറിൽ നിന്നും നമ്മുടെ വെസലിൽ നിന്നും ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫിഷസിന് ഈ താഴെ കൂടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, ആ വലിയ മീൻകൂട്ടത്തെ നമുക്ക് ഒറ്റയടിക്ക് കവർ ചെയ്തെടുക്കാനായിട്ടും പറ്റും. അതിനാണ് പേഴ്സീനസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പേഴ്സീനസ് ലാർജ് ആയിട്ടുള്ള സ്കൂളിംഗ് ഫിഷസിനെ, ഓപ്പൺ സീസിലൊക്കെ ട്യൂണ, മാക്രൽ പോലെയുള്ള സ്കൂളിംഗ് ഫിഷസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു മെക്കാനിസം നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ കണ്ടോ. ഇതിപ്പോൾ മെയിൻ ആയിട്ടുള്ള വെസലാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സ്കൂളിംഗ് ഓഫ് ഫിഷസ് ആണ്. അപ്പം ഇങ്ങനെ കവർ ചെയ്ത് ഫുള്ളി കവർ ചെയ്യുന്നു, അടിഭാഗം വലിക്കുന്നു. അതാണ്ട് ഈ ഒരു ഭാഗം, ഇതുണ്ട് ഈ അടിഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകുമ്പോഴത്തേനും അതൊരു ബാഗ് പോലെ കിട്ടും. ഓക്കെ, അതിനെയാണ് പേഴ്സീൻ എന്ന് പറയുന്നത്. പേഴ്സ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകം. പേഴ്സ് റിങ്ങുകളുണ്ട്, പേഴ്സ് റിങ്ങിനകത്തൂടാണ് ഈ ലൈൻ പോകുന്നത്. ആ ലൈൻ പിടിച്ച് വലിക്കുമ്പോൾ കറക്റ്റ് പേഴ്സ് എങ്ങനെയാണോ അടയുന്നത് അതുപോലെ ആയിരിക്കും. സോ അതുകൊണ്ട് പേഴ്സീൻ. അടുത്താണ് സീൻ നെറ്റുകൾ. സീൻ നെറ്റുകൾ കുറച്ചും കൂടെ ഈ പണ്ടൊക്കെ തോട്ടില് ആറ്റിലൊക്കെ പോയി മീൻ പിടിച്ചിട്ടുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ സാധനം ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ തോർത്ത് രണ്ടറ്റത്ത് 2 പേര് പിടിച്ചിട്ട് ഇങ്ങനെ ഫിഷസിനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. കുറെ പേരൊക്കെ ഈ ക്ലാസ്സിൽ വന്ന് ആരെങ്കിലും ഒക്കെ എന്തായാലും ഇത് ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തിയായിരിക്കാം. ഈ തോട്ടിലും ആറ്റിലും ഒക്കെ പോയിട്ട് തോർത്ത് 2 അറ്റം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്. ആ സെയിം മെക്കാനിസമാണ് ഈ സീൻ നെറ്റ് എന്ന് പറയുന്നത്. തോർത്താണെങ്കിൽ ഇത് നെറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ഈ ഫിഷസിന്റെ സ്കൂളിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സീൻ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംപ്ലീറ്റ്ലി ഈ അടിഭാഗം ഇങ്ങനെ കവർ ചെയ്ത്, ഇപ്പൊ 2 പേര് നിന്നിട്ട് അടിഭാഗം ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. പേഴ്സീൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് എൻസൈക്കിൾ ചെയ്ത് കൊണ്ടുവരിക. പേഴ്സ് ലൈൻ കൊണ്ട് നമുക്ക് മൂടാൻ പറ്റും, പക്ഷെ ഇതെങ്ങനെയല്ല, ഇതിങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു സ്കൂൾ ഓഫ് ഫിഷിങ്ങിനെ ചുറ്റിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെക്കാനിസമാണ് സീൻ നെറ്റുകൾ. സാർഡൈൻസ്, ഹേൽസ്, മാക്രിൽ, എസ്പെഷ്യലി ട്യൂണ പോലുള്ള ഫിഷസിനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ സീൻ നെറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബീച്ച് സീൻ ഉണ്ട്, ബോട്ട് സീൻ ഉണ്ട്. ബീച്ച് സീൻ അഥവാ ഷോ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പം കരയിൽ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് 2 ഡിസ്റ്റൻസിൽ നിൽക്കും. ഇപ്പൊ ഇവിടെ കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ ബോട്ട് ഇവിടുന്ന് സഞ്ചരിച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട് കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ ഫിഷസ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഫിഷസിന്റെ കൂട്ടം ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ നിന്നാണ് ആ ബോട്ട് പോകുന്നത്, ഇവരുടെ കയ്യിൽ അതിന്റെ ഒരു അറ്റമുണ്ട്. ഈ ബോട്ട് ഇങ്ങനെ ഇവരെ കവർ ചെയ്തിട്ട് ഇപ്പുറത്ത് അറ്റത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഇവരത് വലിച്ച് കരയിലേക്ക് അടുപ്പിക്കും. അതാണ് ഷോർ നെറ്റുകൾ. ഓക്കെ, ഷോർ നെറ്റുകൾ. ഇനി ഷോർ സീൻ അല്ലെങ്കിൽ ബീച്ച് സീൻ എന്ന് നമ്മൾ പറയും. ഇനി ബോട്ട് സീൻ എന്ന് പറഞ്ഞാൽ ബീച്ച് സീൻ പോലെ തന്നെയാണ് ബോട്ട് സീനും പ്രവർത്തിക്കുന്നത്, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ബോട്ടിൽ നിന്നാണെന്ന് മാത്രമേ ഉള്ളൂ. കരയിലേക്കില്ല, ബോട്ടിൽ നിന്ന് തന്നെയാണ് വലിച്ചെടുക്കുന്നത് എന്നുള്ള വ്യത്യാസമാണ് ബോട്ട് സീനിനുള്ളത്. ഓക്കെ, കംപ്ലീറ്റ്ലി നമ്മൾ ബോട്ടിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഡാനിഷ് സീൻ ഉണ്ട്, സ്കോട്ടിഷ് സീൻ ഉണ്ട്. ഡാനിഷ് സീൻ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടം ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ പേഴ്സീൻ പോലെ തന്നെയാണ്, എൻസൈക്കിൾ ചെയ്ത് വരും, കവർ ചെയ്ത് വരും, പക്ഷെ പേഴ്സീന്റെ സ്ട്രക്ചർ അല്ല ഡാനിഷ് സീനിലുള്ളത്. എന്നാൽ ഈ ഒരു ചെറിയൊരു കോണിക്കൽ പോലത്തെ ഷേപ്പും ആണ്, എന്നാൽ അത് നമ്മുടെ ട്രോൾ നെറ്റും അല്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരെണ്ണമാണ്, കവർ ചെയ്ത് വരുന്നു. ഒരു ചെറിയൊരു കോൺ, വലിയ ട്രോൾ നെറ്റിന്റെ പോലെ വലിയ കോണിക്കൽ ഷേപ്പ് അല്ല, ചെറിയൊരു ബാഗ് പോലെ, ഒരു കോൺ ഷേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബാഗ് നെറ്റ് പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് ഡാനിഷ് സീൻ. സ്ട്രിപ്സോ സിംഗേഴ്സോ പ്ലാസ്റ്റിക്സ് ആയിട്ടുള്ള സ്ട്രിപ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ മുങ്ങാൻ സഹായിക്കും, പിന്നെ അതിന് പൊക്കി എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ഓക്കെ, വിഞ്ചസ് യൂസ് ചെയ്തിട്ട് വലിച്ചു കയറ്റാറും ഉണ്ട്.
ബോട്ടിലേക്ക്. സ്കോട്ടിഷ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനിഷ് സീനിന്റെ തന്നെ മറ്റൊരു വേരിയേഷൻ ആണ്. നമുക്ക് ഒരുപാട് ഒരേ സമയം തന്നെ ലൈനായിട്ട് നമുക്ക് പല ബാഗ്സുകളെ ഒരേ സമയം തന്നെ അറ്റാച്ച് ചെയ്ത് എടുക്കാം സ്കോട്ടിഷ് സീനിനകത്ത് പറ്റും. ഓക്കെ, ലോങ് റോപ്പിൽ 3-4 ബാഗുകൾ ഒറ്റ സമയം തന്നെ വലിച്ചെടുക്കാനായിട്ട് സ്കോട്ടിഷ് സീനിൽ പറ്റും. ഇനി ലംബാര നെറ്റ്. ലംബാര നെറ്റ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ലംബാര നെറ്റ് എന്നൊരു ടേം കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ മനസ്സിലേക്ക് വരുന്ന ടേം ആണ് ഡെസ്റ്റ് പാൻ അല്ലെങ്കിൽ സ്പൂൺ ഷേപ്ഡ്, ഡെസ്റ്റ് പാൻ ഷേപ്ഡ് ആയിട്ടുള്ള നെറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലംബാര നെറ്റ്. അതായത് ലംബാര നെറ്റ്. ഇത് ലംബാര നെറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇതിന്റെ ഷേപ്പ് കൊണ്ടാണ് ലംബാര നെറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് സീൻ നെറ്റ് ആണെന്നും പറയാം, പേഴ്സീന് അതിൻ്റെയൊക്കെ ഒരു നടുക്കൊക്കെ നിൽക്കുന്ന ഒരു നെറ്റാണ് ലംബാര നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് പേഴ്സീൻ അല്ല എന്ന് പറയാൻ കാരണം എന്താ, ഇതിന് പേഴ്സ് ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് പേഴ്സീൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ലംബാര നെറ്റ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡസ്റ്റ് പാൻ ഷേപ്പ് ആയിരിക്കും. മേജർലി സാർഡൈൻസ്, അൻഗോവീസ് പോലെയുള്ളതിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ലാർജ് ആയിട്ടുള്ള വിങ് ഉണ്ട്. ഇതിന്റെ വിങ് കണ്ടോ, ഇങ്ങനെ നീളത്തിലുള്ള വിങ്സുകളുണ്ട്. ഒരു സ്പൂൺ പോലെയുള്ള ഒരു ഷേപ്പാണ് ഇതിന് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അത് ലംബാര നെറ്റ് എന്ന് മനസ്സിൽ വരുമ്പോഴേ ഡസ്റ്റ് പാൻ ഷേപ്പ് എന്ന് ഓർത്തോണം. ഓക്കെ, പേഴ്സീൻ അല്ല ഇത്. പേഴ്സീന് പോലെ പേഴ്സ് ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ സറൗണ്ട് ചെയ്തെങ്കിൽ വരുമെങ്കിലും സീൻ നെറ്റ് പോലെ ഇങ്ങനെ വലിച്ചെടുക്കും. ഇതിന്റെ ഷേപ്പാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിന്റെ യുണീക്കായിട്ട് നിൽക്കുന്നത്. ഇനി റിങ് നെറ്റുകൾ. റിങ് നെറ്റുകൾ കുറച്ചും കൂടെ അതിനൊരു ചെറിയൊരു എൻട്രൻസ് ഉണ്ടായിരിക്കും. അതിനുള്ളിൽ ഈ നെറ്റ് ഇങ്ങനെ റിങ് പോലെ ആയിരിക്കുന്നത്. അപ്പൊ ഈ ഫിഷസ് കയറുമ്പോഴത്തേന് അകത്തേക്ക് ഈ റിങ് എല്ലാം കടന്ന് ഉള്ളിൽ ചെന്ന് ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, മെയിൻലി റിങ് നെറ്റ് എന്ന് നോക്കുമ്പോൾ അതിന്റെ ഷേപ്പിനെ കൊണ്ടാണ് നമ്മൾ റിങ് നെറ്റ് എന്ന് വിളിക്കുന്നത്. ആദ്യം ഒരു ചെറിയ എൻട്രൻസ് ആയിരിക്കും. ആ എൻട്രൻസിന് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും റിങ് ഷേപ്പ് ആയിരിക്കും ഉള്ളിൽ ഉള്ളത്. എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ റിങ് ഷേപ്പ് ആണുള്ളത്. ഇറ്റ് ഇസ് എ ബിറ്റ്വീൻ ലംബാര നെറ്റ് ആൻഡ് പേഴ്സീൻ നെറ്റും അല്ല ലംബാര നെറ്റും ഉള്ള ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റാണ് റിങ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാപ്പേഴ ഇങ്ങനെ പാനൽസ് പോലെ ഉള്ളിലേക്ക് പോകും കേട്ടോ. ലോകത്ത് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നെറ്റും കൂടെയാണ് റിങ് നെറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു നെറ്റാണ് ഡ്രിഫ്റ്റ് നെറ്റ്. ഡ്രിഫ്റ്റ് നെറ്റ് ഓൾറെഡി നമ്മൾ ഗിൽ നെറ്റ് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ് ഡ്രിഫ്റ്റ് നെറ്റിനെ പറ്റി. ഇപ്പൊ ഡ്രിഫ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോമീറ്റർ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, 60 കിലോമീറ്റർ ലോങ്ങിലൊക്കെയാണ് ഡ്രിഫ്റ്റ് നെറ്റുകൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇത് 2008 നമ്മുടെ യൂറോപ്യൻ യൂണിയൻ വാട്ടേഴ്സിൽ ഇത് ബാൻഡ് ആണ്. കാരണം ഗോസ്റ്റ് ഫിഷിംഗ് എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ആയിട്ടുള്ളൊരു ഫിഷിംഗ് മെത്തേഡാണ്. അതായത് ഈ ഡ്രിഫ്റ്റ് നെറ്റുകൾ കിലോമീറ്ററുകൾ, ഇപ്പം ഓൾറെഡി പറഞ്ഞ ഒരു 60 കിലോമീറ്ററിലോളമാണ് നമ്മൾ ഈ ഓപ്പൺ വാട്ടറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയിട്ട് ഇതിങ്ങനെ കിലോമീറ്ററുകൾ ഉള്ളായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് നടക്കും, അലഞ്ഞു തിരിഞ്ഞിങ്ങനെ പോകും. പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ബൈക്യാച്ചുകൾ ഉണ്ടാവും. മെയിൻലി ഈ വെയിൽസുകൾ, ഡോൾഫിൻസുകൾ, സീ ടർട്ടിൽസ് ഒക്കെ ഇതിനിടയ്ക്ക് കുരുങ്ങിയിട്ട് ഇതിന്റെ കഴുത്തിലും ബോഡിയിലൊക്കെ ഇതിങ്ങനെ മുറിവുകൾ ഉണ്ടാകും. അവർ ഇതിനെ കൊണ്ട് ഇങ്ങനെ നടക്കും. അവർക്ക് പിന്നെ സ്വിം ചെയ്യാൻ പറ്റത്തില്ല. ഗ്രാജുവലി അവർ ഡെത്ത് ആയി പോകും. അപ്പൊ ഇത് ഇവരുടെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ ഫിങ്സിലൊക്കെ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർക്കത് സ്വിം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവും. ഗ്രാജുവലി ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ ഡെത്ത് ആവും. അങ്ങനെ ഒരുപാട് ആ ഒരു മെത്തേഡിനെ അങ്ങനെ അബാൻഡൻഡ് ആയിട്ട് പോകുന്ന ഗിൽനെറ്റ്സുകളൊക്കെ മേജർലി ഗിൽനെറ്റ് ആണ്, ഡ്രിഫ്റ്റ് ആയിട്ടുള്ള ഗിൽനെറ്റുകളൊക്കെ ഇങ്ങനെ അബാൻഡൻ ആയി പോകുന്നതിനെയാണ് നമ്മൾ ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്ന. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഇഞ്ചൂറിയസ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് മെത്തേഡാണ്. ഇത് പല രാജ്യത്തും അതുകൊണ്ടാണ് ഇത് ബാൻഡ് ആയിട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വാട്ടേഴ്സിലൊക്കെ ഡ്രിഫ്റ്റ് നെറ്റുകളും കംപ്ലീറ്റ്ലി ബാൻഡാണ് 2008 മുതൽ. അതിന്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സീ ടർട്ടിൽസിന്റെയും വെയിൻസിന്റെയും ഡോൾഫിൻസിന്റെ ഒക്കെ എണ്ണം വൻതോതിൽ കുറഞ്ഞു. അവർക്കൊക്കെ ഒരുപാട് ഇഞ്ചുറി ഉണ്ടാവാൻ തുടങ്ങി, ബൈക്യാച്ചുകൾ കൂടാൻ തുടങ്ങി, അവരുടെ എണ്ണം കുറയാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് അവർ ഈ ഒരു നെറ്റിനെ ബാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊരു ടൈപ്പ് ഓഫ് ഫിഷിംഗ് യൂസ് ചെയ്യുന്നതാണ് ഡ്രിഫ്റ്റ് നെറ്റുകൾ. എന്നാൽ പല രാജ്യങ്ങളിലും ബാൻഡാണ് ഈ ഒരു ഗോസ്റ്റ് ഫിഷിംഗ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പം ഇത് കിലോമീറ്ററോളം കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടും എൻഡും അറിയാനുണ്ട്. നമ്മൾ ബോയ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും വെച്ച് ഒന്ന് ഡിസ്കണക്ട് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പോയി, ഇത് കടലല്ലേ, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. ഒരുപാട് ജീവികൾക്ക് ഇത് ത്രെഡനാണ്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ബാൻഡ് ആയിട്ടുള്ളൊരു നെറ്റാണ് ഡ്രിഫ്റ്റ് നെറ്റുകൾ. ട്രാപ്പ് നെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റിംഗ് നെറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഉള്ളിലേക്ക്
നെറ്റുകൾ അകത്തേക്ക് വീണ്ടും നെറ്റ് ലെയേഴ്സുകൾ ഉണ്ടായിരിക്കും. ഒരു ട്രാപ്പ് പോലെ. ഒരു ട്രാപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫിഷ് അകത്തേക്ക് കയറുക, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആ ഒരു മെക്കാനിസം തന്നെയാണ് ട്രാപ്പ് നെറ്റ്. ഇതൊരു സ്റ്റേഷനറി നെറ്റുകളാണ്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന നെറ്റുകളാണ് ട്രാപ്പ് നെറ്റുകൾ. റിംഗ് നെറ്റുകൾ പോലെ തന്നെയാണ്. റിംഗ് നെറ്റുകൾ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിരിക്കുന്നത്, സ്പെസിഫിക് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഫിഷ് അകത്തേക്ക് കയറുന്നു, എന്നാൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് മെയിൻലി ട്രാപ്പ് നെറ്റിന്റെ മെക്കാനിസം. ഈ റിവേഴ്സ് ലേക്സിലൊക്കെയാണ് നമ്മൾ ട്രാപ്പ് നെറ്റുകൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ മൈഗ്രേറ്ററി റൂട്ടിലൊക്കെ ഇല്ലേ, മൈഗ്രേറ്ററി ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ഇങ്ങനെ കയറി വരുന്നു, നേരെ വന്ന് ഈ നെറ്റിനകത്തേക്ക് കയറുന്നു, പിന്നെ ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു നെറ്റാണ് നമ്മുടെ ട്രാപ്പ് നെറ്റ്. അടുത്തതാണ് ഫൈക്ക് നെറ്റ്. ഫൈക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ, ഫൈക്ക് നെറ്റ് ഒരു ഫിഷ് ട്രാപ്പ് നെറ്റിന് ഫിഷ് ട്രാപ്പ് നെറ്റിന് ഉദാഹരണമാണ് ഫൈക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ. ലോങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ആയിട്ടുള്ള നെറ്റ് ബാഗുകൾ ഉണ്ടായിരിക്കും. യൂഷ്വലി ഇതിന് 2 ലീഡേഴ്സ് ഉണ്ട്. ഈ ഒരു ലീഡർ വിങ്സുകൾ ഉണ്ടായിരിക്കും. ഇതിന് 3 സ്റ്റേക്കുകൾ, ഏതെങ്കിലും 3 ബാംബൂ സ്റ്റിക്കുകളോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ലീഡർ എന്ന് വിളിക്കും. ഈ ഒരു 2 വിങ്സ്, അല്ലെങ്കിൽ വിങ്സ് ലീഡേഴ്സ് എന്ന് വിളിക്കാം. ഫിഷസ് ഇങ്ങനെ വരുന്നു, ഈ ലീഡർ വഴി അകത്തേക്ക് പോകുന്നു, ഉള്ളിലേക്ക് കയറി പോകുന്നു. ഇതിനുള്ളിൽ റിങ് പോലെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഫിഷസ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഇവർക്ക് അത് പുറത്തേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അതാണ് ഫൈക്ക് നെറ്റ് എന്ന് നമ്മൾ വിളിക്കും. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള നെറ്റിംഗ് ബാഗുകളുണ്ട്. അകത്തിങ്ങനെ ഒരു കോണിക്കൽ സ്ട്രക്ചർ പോലെയാണ്. എൻട്രി ഈസിയാണ്. സിമ്പിളായിട്ട് ഇതിങ്ങനെ അകത്തേക്ക് കയറി പോകും. കാരണം കോണിക്കലാണ്, ഇവിടെയൊക്കെ ദ്വാരമുണ്ട്, ഉള്ളിലേക്ക് കയറി പോകും. പക്ഷെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. മെസ്സൈസ് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനും കുറഞ്ഞു വരും. അപ്പോൾ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല. ലീഡേഴ്സ് അല്ലെങ്കിൽ വിങ്സ് എന്ന് പറയും. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിങ്സ് എന്ന് വിളിക്കും. വിങ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് വിളിക്കും. അതുവഴിയാണ് ഇതിനെ ഗൈഡ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത്. അതിനെയാണ് ഫൈക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് സ്റ്റേക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് നെറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേക്സുകൾ യൂസ് ചെയ്ത്, ഈ ബാംബൂൻ്റെ ഒക്കെ സ്റ്റേക്സുകൾ യൂസ് ചെയ്തിട്ട് ആ വിങ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഉള്ളിലേക്കുള്ള ഒരു ബാഗാണ്. ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിലേക്ക് പോകാതെ ഒരു ചെറിയൊരു ബാഗ് സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ സ്റ്റേക്ക് നെറ്റ് എന്ന് വിളിക്കുന്നത്. സ്റ്റേക്ക് നെറ്റ് ലോങ് ടു വെർട്ടിക്കൽ ആയിട്ടുള്ള വാൾ ഓഫ് നെറ്റിംഗ് ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുളൻ പോൾസുകൾ ഇങ്ങനെ നമ്മൾ അപ്സ്ട്രേറ്റ് ആയിട്ട് നിർത്തും. സ്റ്റേക്കുകൾ ഇങ്ങനെ യൂസ് ചെയ്യും അതിനെ ഉയർത്തി നിർത്താൻ വേണ്ടി. അതിനുണ്ട് സ്റ്റേക്ക് നെറ്റ് എന്ന് പറയാം. ഷോർ ലൈൻസുകൾ, ഒത്തിരി ഉൾക്കടലിലല്ല, ഷോർ ഏരിയയിലൊക്കെയാണ് കൂടുതലും സ്റ്റേക്ക് നെറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് പൗണ്ട് നെറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റാണ് പൗണ്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ. പൗണ്ട് നെറ്റ് ഒരു സ്റ്റേഷനറി നെറ്റാണ്. ഒരു പാസീവ് ആയിട്ടുള്ള ഫിഷിംഗ് ട്രാപ്പും കൂടെയാണ്. എവിടെയെങ്കിലും നമ്മൾ ഒരിടത്ത് പ്ലേസ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു പിക്ചർ നോക്കിയാൽ ഫിഷസ് ഇങ്ങനെ മൂവ് ചെയ്യും. മെയിൻലി മൈഗ്രേഷൻ നടക്കുന്ന റീജിയൻസിലൊക്കെയാണ് മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഫിഷസ് ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ടോ സ്റ്റേക്സ്, കുറേ കമ്പുകൾ നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഫിഷസ് ഇതിലെ വഴി ഇങ്ങനെ അകത്തേക്ക് വരും. അകത്തേക്ക് വന്നൊരു ഹേർട്ട് ഷേപ്ഡിലുള്ള സ്ട്രക്ചറിലേക്ക് വീഴും. അതിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തേക്ക് ഒരു പൗണ്ട്, അതിനെ നമ്മൾ പൗണ്ട് അഥവാ ചേംബർ എന്ന് വിളിക്കാം. ആ ചേംബറിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഈ ഫിഷസ് വന്ന്. ഇവർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അതൊരു കളക്റ്റിംഗ് ചേംബറാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫിഷസിനെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ പൗണ്ട് നെറ്റ് എന്ന് പറയുന്നത്. പൗണ്ട് ചേംബർ അഥവാ പൗണ്ട് എന്ന് പറയും. ഓക്കെ, ഒരു ഹെയർ ഷേപ്പ്, ഇതിന് പ്രധാനമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇതിനൊരു ഹെയർ ഷേപ്ഡിലായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ഉള്ളിലേക്ക് ഒരു പൗണ്ടും ഉണ്ട്, ചേംബറും ഉണ്ട്, ഒരു ലീഡറും ഉണ്ട്. അതാണ് മെയിൻലി പൗണ്ട് നെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൈഗ്രേറ്ററി ആയിട്ടുള്ള ഫിഷസിനെയൊക്കെ ഗൈഡ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി ആ ഹെയർ ഷേപ്ഡായിട്ടുള്ള റീജിയനിൽ എത്തുന്നു. അവിടെ നിന്ന് നമ്മുടെ ചേംബറിലേക്ക് എത്തിക്കുന്നു. അടുത്തതാണ് സ്റ്റോണിറ്റ്. സ്റ്റോണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രഡ്ജസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. പക്ഷെ ഡ്രഡ്ജസ് എങ്ങനെയാണ്, നമ്മൾ ഡ്രഡ്ജ് നെറ്റൊക്കെ നമ്മൾ വലിച്ചെടുത്തോണ്ടല്ലേ പോകുന്നത്. ഇത് സ്റ്റേഷനറി ആയിട്ട് ഒരിടത്ത് പ്ലേസ് ചെയ്തിരിക്കുക. ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ഒരു നെറ്റാണ് ഈ സ്റ്റോണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റേഷനറി ആയിട്ട് നമ്മളൊരു ബാഗ് ഷേപ്ഡ് ആയിട്ടുള്ള നെറ്റാണുള്ളത്. ഉണ്ട്, നമ്മൾ ബാംബൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേക്കൊക്കെ യൂസ് ചെയ്തിട്ട് പ്ലേസ് ആയിട്ട് അവിടെ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനകത്തേക്ക് ഫിഷസ് ഇങ്ങനെ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക, ഉള്ളിലേക്ക് കയറുന്നു, ബാഗ് വഴി നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. സിമ്പിൾ സ്ട്രക്ചറാണ്. നമ്മൾ ഡ്രഡ്ജസ് പോലെയുള്ള സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇതിന് കാണാൻ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഡ്രഡ്ജസ് ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഇത് സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ പൊക്കിയെടുക്കുകയാണ്, വെഞ്ചസ് ഒക്കെ യൂസ് ചെയ്ത് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് വെരാൻഡ നെറ്റ്.
മെയിൻലി ഫോക്കസ്ഡ് ഓഫ് ഈ ജമ്പിങ് ഏരിയൽ ബനാന നെറ്റ് ഒരു ഏരിയൽ നെറ്റാണ്. അത് ഈ മൈഗ്രേറ്ററി ഫിഷസിനെയും ജമ്പിങ് ഫിഷസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് വെരാൻഡ നെറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ചൈനയിലും ഇന്ത്യയിലും ഒക്കെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചില ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നെറ്റാണ് വെരാൻഡ നെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന് 2 ലെയർ 2 പാർട്ട് ഉണ്ട് മെയിനായിട്ട്. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. ഇത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. വെർട്ടിക്കൽ റീജിയൻ ഉണ്ട്. ഒരു വെർട്ടിക്കൽ ബാരിയൽ നെറ്റിങ്ങും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഇത് ഹൊറിസോണ്ടൽ ആയിട്ടൊരു വെരാൻഡ നെറ്റും ആണുള്ളത്. ഈ ഫിഷസ് ഇങ്ങനെ വരുവേ, ഇങ്ങനെ വന്ന് 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 ദാണ്ട് ഇവിടെ വരുമ്പോൾ എന്താ ഇവിടെ ഒരു തടസ്സമുണ്ട്. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബാരിയർ നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ജമ്പിങ് ഫിഷാണ്, മൈഗ്രേറ്ററി ഫിഷാണ്. ഇവർ ചാടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഈ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു നെറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവർ വന്ന് ഈ നെറ്റിനകത്തേക്ക് കുടുങ്ങും. അങ്ങനെ ഇവരെ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മളിവരെ പറ്റിക്കും അല്ലേ? ഇവർ വിചാരിക്കും ചാടി പോവാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, അവിടെ മേളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, അതിന് വരാൻഡ നെറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷസിനെ ഈസിലി നമുക്ക് കളക്ട് ചെയ്യാനായിട്ടും പറ്റും വരാൻഡ നെറ്റ്. ഇത് മൂവബിൾ ഓർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നതല്ല, നമുക്ക് സ്റ്റേഷനറി ആയിട്ട് എടുത്ത് പ്ലേസ് ചെയ്തേക്കുക, അതിനെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കാസ്റ്റ് നെറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാസ്റ്റ് നെറ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നെറ്റ്. നമ്മുടെ വീശു വലയാണ് കാസ്റ്റ് നെറ്റ്. സർക്കുലർലി നമ്മൾ വീശി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലയാണിത്. റൗണ്ട് ചെയ്തിട്ട് വീശി എടുക്കുന്ന ഒരു ലാർജ് ഏരിയയെ കവർ ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നെറ്റാണ് നമ്മുടെ വീശു വല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാസ്റ്റ് നെറ്റ് നമ്മുടെ വീശു വലയാണ് കേട്ടോ. നല്ല സ്കില്ല് വേണം ഈ ഒരു ഫിഷിംഗ് ഗിയർ യൂസ് ചെയ്യാനാണെങ്കിൽ. നല്ല സ്കില്ലുള്ള ആൾക്കാർക്കാണ് വീശു വലകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാസ്റ്റ് നെറ്റുകൾ യൂസ് ചെയ്യുന്നത് ലാർജ് ആയിട്ടുള്ള ഏരിയയിൽ സറൗണ്ട് ചെയ്ത് വരും. ഹെവി നെറ്റ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആ റൗണ്ടഡ് സർക്കുലർ റീജിയൻസിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള സിങ്കേഴ്സുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് താഴ്ന്നു പോകാനായിട്ട് സഹായിക്കുന്നത്. ആ ഒരു സർക്കുലർ റീജിയനിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഹെവി വെയിറ്റുകളാണ്. പിന്നെ അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴത്തേനും അതിനകത്ത് കുരുങ്ങിയിരിക്കും. അതിൻ്റെ സെൻട്രൽ ഭാഗത്തുനിന്ന് നമ്മളൊരു കയർ ഇട്ടിട്ടുണ്ട്, അത് പൊക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴത്തേനും ഈ വീണ് കിടക്കുന്ന കാസ്റ്റ് നെറ്റ് പൊങ്ങി വരും. ഓക്കെ, ഒരു കോണിക്കൽ രീതിയിൽ നമുക്ക് പൊക്കിയെടുക്കാനായിട്ട് പറ്റും കാസ്റ്റ് നെറ്റ്. ഓക്കെ, അടുത്ത നെറ്റാണ് സ്കൂപ്പ് നെറ്റ്. സ്കൂപ്പ് നെറ്റുകളും അറിയാമല്ലോ, നമ്മൾ ഹാൻഡ്, നമ്മുടെ ചായ അരിപ്പ പോലൊക്കെ നമ്മൾ ചായ എടുക്കാനൊക്കെ അരിപ്പയില്ല, അതേ സെയിം സ്ട്രക്ചറാണ് ഈ സ്കൂപ്പ് നെറ്റിനുള്ളത്. നമ്മൾ ഹാൻഡിൽ യൂസ് ചെയ്യുന്നതാണ്. കൈ കൊണ്ട് നമുക്കിങ്ങനെ മീനുകളെ ആ അരിപ്പ കൊണ്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഓർണമെന്റൽ ഫിഷ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഫിഷസിനെയൊക്കെ ഭയങ്കര സ്ട്രെസ് ഒന്നും ഇല്ലാതെ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് സ്കൂപ്പ് നെറ്റ്. ചെറിയ സ്കൂപ്പ് നെറ്റുകളാണ്. അതിൻ്റെ വലിയ സ്കൂപ്പ് നെറ്റുകളുണ്ട്. ഇപ്പോൾ ലേക്കിലും റിവേഴ്സിലൊക്കെ പോയിട്ട് ഇങ്ങനെ നമുക്ക് മുക്കിയെടുക്കാനായിട്ട് പറ്റുന്ന സ്കൂപ്പ് നെറ്റുകൾ. ഇതാണ് സ്കൂപ്പ് നെറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഹാൻഡിലുണ്ടായിരിക്കും, അതിനൊരു ഹാൻഡ് പിടി ഉണ്ടായിരിക്കും. ഈ ചായ അരിപ്പ എടുക്കുന്ന പോലെ തന്നെയാണത്. വെള്ളത്തിൽ മുക്കുന്നു, പൊക്കിയെടുക്കുന്നു. ഓക്കെ, ദാറ്റ് സ്കൂപ്പ് നെറ്റുകൾ. ലിഫ്റ്റ് നെറ്റുകൾ. ലിഫ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചീന വലകളൊക്കെ ഇല്ല, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ഈ ചീന വല. അത് ഈ ഫോർട്ട് കൊച്ചി റീജിയൻസിലൊക്കെ പോകുമ്പോഴുണ്ട്, പിന്നെ ആലപ്പുഴ റീജിയൻസിലൊക്കെ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ആണ് നമ്മുടെ ചീന വലകൾ. അത് ലിഫ്റ്റ് നെറ്റിന് ഉദാഹരണം. ലിവർ നെറ്റ്, ലിഫ്റ്റ് നെറ്റ് എന്നൊക്കെ പറയും. നമ്മൾ മാനുവലി എടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലിവേഴ്സ് യൂസ് ചെയ്തിട്ട് മെക്കാനിക്കലി എടുക്കുന്ന ലിഫ്റ്റ് നെറ്റുകളും ഉണ്ട്. ചീന വലകളൊക്കെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ് നെറ്റുകൾക്ക് ഉദാഹരണമാണ് ചീനവല. നമ്മൾ ചൈനീസ് ലിഫ്റ്റ് നെറ്റ് എന്ന് പറയും, ചൈനീസ് ലിഫ്റ്റ് നെറ്റുകൾ. ഇത് നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്ത ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫിഷസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ലൈറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. മോർലി ആക്യുറേറ്റ്ലി നമ്മൾ ഹാൻഡ്, പിന്നെ നമ്മൾ കൈകൊണ്ട് അതിനെ എടുത്ത് ഫിഷസിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ചൈനീസ് ഡിപ്പ് നെറ്റ്, ഇത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പ് നെറ്റ് ഉണ്ട്. ലിഫ്റ്റ് നെറ്റ് കൂടാതെ ഡിപ്പ് നെറ്റും ഉണ്ട് കേട്ടോ. ഡിപ്പ് നെറ്റും ഉണ്ട്. ലിഫ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മുക്കി വെച്ചിരിക്കുന്നു, മീൻ അതിനകത്ത് കയറുമ്പോഴത്തേനും പൊക്കി എടുക്കുന്നു. ഡിപ്പ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോകും. ഇപ്പോൾ മീൻ എവിടെയെങ്കിലും കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോയിട്ട് എടുക്കുന്നതിന് ഡിപ്പ് നെറ്റ് എന്നും പറയാറുണ്ട്. വേറെ ഡിപ്പ് നെറ്റ് എന്ന് പറയും. ഇറ്റ്സ് ആൾവേസ് സീം ഇമ്പോസിബിൾ അണ്ടിൽ ഇറ്റ്സ് ഡൺ എന്നാണ്. താങ്ക് യു. ഇത്രയൊക്കെയാണ് നമ്മുടെ വേരിയസ് ടൈപ്പ് ഓഫ് നെറ്റ് ഫിഷിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് ടൈപ്പ് ഓഫ് നെറ്റുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ്.